ദേവി നമ. ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം 3-ാം സ്കന്ധം 4-ാം അധ്യായം 5-ാം അധ്യായം രണ്ടും കൂടിയിട്ട് ഇപ്പോൾ പാരായണം ചെയ്യണു. സ്തുതി ആണ്. മണിദ്വീപത്തിൽ വെച്ചിട്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അമ്മയെ മഹാദേവിയെ സ്തുതിക്കുന്നതായിട്ടുള്ള രംഗമാണ്. അവിടെ ഏകാന്ത മണ്ഡപത്തിൽ ശിവപാർവതിമാരായിട്ട് ശിവൻ്റെ തൃത്തുടയിലിരിക്കുന്നതായിട്ടുള്ള പാർവതി ദേവിയെ മഹാദേവിയായി കണ്ടുകൊണ്ട് സ്തുതിക്കുന്നു. വിദ്യ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരം തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൃഷ്ടി സ്ഥിതി സംഹാരം അതിന് വേണ്ടതായിട്ടുള്ള എല്ലാം തരുമാറാകണേ എന്ന് പ്രാർത്ഥിക്കണം. അതാണ് സ്തുതി. നമുക്ക് കേൾക്കാം. ഓം വാമാംഗന്യസ്തവാമേതരകരകമലായാസ്തഥാ വാമബാഹുന്യസ്താ രക്തോൽപലായാസ്തനമുകുളലസദ്വാമബാഹുഃ പ്രിയായ സർവാകൽപാഭിരാമോ ധൃതപരശുമൃഗേഷ്ടഃ കരൈः കാഞ്ചനാഭോ ധ്യേയപത്മാസനസ്ഥ സ്മര ലളിതതനു സമ്പദേ പാർവതീശ. ശിവപാർവതിമാരെ ഇങ്ങനെയാണ് കണ്ടത്. പാർവതിയുടെ ഇടത് തോളിൽ മഹാദേവൻ കൈയിട്ട സ്തനമുകുളങ്ങളെ പിടിച്ചുകൊണ്ടും ആ പാർവതി പരമേശ്വരന്മാർ ജഗത്തിൻ്റെ അച്ഛനമ്മമാരായിക്കൊണ്ട് വിലസുന്നതും പരശു മഴു മൃഗമുദ്ര അതേപോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അച്ഛനമ്മമാർ ഒരു താമരയാണ് പീഠമാക്കിയിരിക്കുന്നത്, അതിലാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ആ ശിവപാർവതിമാർ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക, രക്ഷിതാക്കളായിക്കൊണ്ട് ഫലദാതാക്കളായിക്കൊണ്ട് അങ്ങനെയുള്ള അമ്മയെ അച്ഛനെ അമ്മയും നമസ്കരിക്കുന്നു. നമോ ദേവി മഹാവിദ്യേ നമാമി ചരണൗ തവ സദാ ജ്ഞാനപ്രകാശം മേ ദേഹി സർവാർത്ഥദേ ശിവേ. എല്ലാം തരുന്നതായിട്ടുള്ള അമ്മയോട് ജ്ഞാനത്തെ തരണേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ അധ്യായത്തിൽ 18 കോട്ടകളാണ് കടന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ആദ്യം ഇരുമ്പ്, പിന്നെ ഓട്, അതിനുശേഷം ചെമ്പ്, പിന്നെ കാരീയം, പിന്നെ പിച്ചള, അതിനുശേഷം പഞ്ചലോഹം, പിന്നെ വെള്ളി, പിന്നെ തനി തങ്കം. അങ്ങനെ 9 കോട്ട. അതിനുശേഷം 9 രത്നങ്ങളുള്ള കോട്ട. അത് പുഷ്യരാഗം, പത്മരാഗം, ഗോമേതകം, വജ്രം, വൈഡൂര്യം, ഇന്ദ്രനീലം, മുത്ത്, മരതകം, പവിഴം, നവരത്നം, ഇങ്ങനെ 9 കോട്ട. അപ്പോൾ 9 9 18 കോട്ട. അത് കഴിഞ്ഞ് സൂര്യകാന്തം, ചന്ദ്രകാന്തം, മിന്നൽ, അങ്ങനെയുള്ള പ്രഭയോട് കൂടിയതായിട്ടുള്ള മണ്ഡപം. അത് 1000 കാല് മണ്ഡപമാണ്. നവരത്നങ്ങളൊക്കെ പതിച്ച് അതീവ ശോഭയുള്ളതായിട്ടുള്ള മണ്ഡപം. അതേപോലെ 4 മണ്ഡപങ്ങൾ വേറെ അതിന് തൊട്ടടുത്തായിട്ട് 4 പുറമായിട്ട് 4 മൂലയ്ക്ക് ശൃംഗാര മണ്ഡപം, മുക്തി മണ്ഡപം, ജ്ഞാനമണ്ഡപം, ഏകാന്ത മണ്ഡപം. അതിൽ ഏകാന്ത മണ്ഡപം നടുക്കായിട്ടാണ് വരിക. നമ്മൾ ഈ 4 പുറം എന്നൊക്കെ പറഞ്ഞാൽ ലേശം വ്യത്യാസമുണ്ട് എന്തെങ്കിലും അവിടെ. അതിൽ ശിവൻ പാർവതിയെ മടിയിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള താമര, അവിടേക്ക് എത്തണമെങ്കിൽ ഒരു 10 പടി സോപാനം കയറണം. ഈ 10 പടി കയറിയാലാണ് ഈ ശിവയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ. ശിവൻ്റേതാണ് ശിവ, ആ ശിവയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇതിനൊരു 18 എന്നുള്ളൊരു സംഖ്യ വരുന്നുണ്ട്. ആ സംഖ്യ ഈ പ്രകൃതിയും ദേഹവും, പ്രകൃതി അംശമായിട്ടുള്ള ദേഹവും അതിൻ്റെ ഒരു ക്രമത്തിലുള്ള മുകളിലേക്കുള്ള കയറൽ, ഊർധ്വഗമനം, അത് ജീവൻ്റെ ഈ ഊർധ്വഗമനമായിട്ട് കണക്കാക്കുമ്പോൾ മൂലാധാരം തൊട്ട് ശരീരത്തിൻ്റെ 6 ഷഡാധാരങ്ങളാണല്ലോ ശരീരത്തിന്, അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ മുകളിലേക്ക് കയറിയിട്ട് ലംബിക വരെ എത്തും എന്നാണ് പറയുക. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, അത് കഴിഞ്ഞാൽ സഹസ്രാര പത്മം, അത് കഴിഞ്ഞാൽ മഹാബിന്ദു,
പിന്നെ ഉന്മത, സമത, വ്യാപിക, ശക്തി, നാദാന്തം, നാദം, രോധിനി, അർദ്ധചക്രം, ബിന്ദു, ലംബിക, ഇങ്ങനെ 18 സ്റ്റെപ്പ് മുകളിലേക്ക് കയറിയാലാണ് ഈ ജീവൻ അല്ലെങ്കിൽ ഈ പ്രാണൻ ബ്രഹ്മത്തിലേക്ക് ലയിക്കുക. അപ്പോൾ ആ സ്റ്റെപ്പുകൾ കയറുന്ന വിധമൊന്നും ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഇതിലിങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ കണ്ട് മഹായോഗികൾക്ക് ഒരു പക്ഷേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിക്കുമായിരിക്കും. യഥാവിധി ബ്രാഹ്മണനായിട്ട് ജനിച്ച് ജ്ഞാനം നേടി ബ്രഹ്മത്തിൻ്റെ മറുകണ്ഠം കണ്ടാൽ മാത്രമേ അവിടേക്കൊക്കെ എത്താൻ സാധിക്കുള്ളൂ. നമ്മൾ സാധാരണ ബ്രഹ്മത്തിനെ എങ്ങനെയാണ് പറയാറ് വെച്ചാൽ, ഒരു ക്യൂബ് വയ്ക്കുക, ആ ക്യൂബിൻ്റെ ഒരു പുറത്ത് നമ്മൾ നിൽക്കുക. 6 അടി ഉള്ള ഒരു മനുഷ്യൻ 6 അടി ഉയരമുള്ള ഒരു ക്യൂബ് വയ്ക്കുക. അപ്പോൾ ഈ മുമ്പിലത്തെ ആദ്യത്തെ പ്രതലം മാത്രം അമ്മയുടെ ഫോട്ടോ, ശിവപാർവതിമാർ, ഇപ്പോൾ ഈ താമരയിൽ അതിൻ്റെ മീതെ സൂര്യൻ, അതിൻ്റെ മീതെ ചന്ദ്രൻ, അതിൻ്റെ മീതെ തീനാളം, ആ തീനാളത്തിലാണ് ശിവപാർവതിമാർ ഈ താമരയിൽ ഇരിക്കുന്നതായിട്ട് കാണുക. അതിൻ്റെ 3 പുറമാണ് ഈ മിന്നലും ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ശ്രദ്ധ എത്തണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്കൊക്കെ സങ്കല്പിച്ച് പറഞ്ഞാൽ അതൊക്കെ പറയാൻ പറ്റും എന്നല്ലാതെ നമ്മളെ അവിടേക്കാണ്ട് എത്തിക്കണം വെച്ചാൽ അത്ര എളുപ്പമല്ല എന്ന് സാരം. അപ്പോൾ അതിനുള്ള ജ്ഞാനമാണ് ചോദിക്കുന്നത്. അത് ഈ ഭഗവതി നമുക്ക് തരുമാറാകട്ടെ. അത്രയേ നമുക്ക് പറയാൻ അറിയുള്ളൂ. ഏതായാലും ഇങ്ങനെയാണ് ആ ജീവനെ ക്രമേണ 18 പടി കടന്ന് മുക്തിയിലേക്ക് എത്തിക്കുക. നമ്മൾ പടിയാറും കടന്നാൽ ശിവപദത്തിലേക്ക് എത്തുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്രയൊന്നും പോരാ. അതിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട് എന്നാണ്, കടന്നു കയറാനുണ്ട് എന്നാണ്. നമുക്കറിയില്ല. നമുക്കേതായാലും ആ പാഠത്തിലൂടെ, ഈ സ്തുതിയിലൂടെ പാരായണം ചെയ്ത് അതിനെ ശ്രവിക്കാം. അത്രയേ നമുക്കിപ്പോൾ പറയാറിയുള്ളൂ. ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം 3-ാം സ്കന്ധം 4-ാം അധ്യായം. ബ്രഹ്മാവ് ഓം എന്നോതി ഭഗവാൻ വിഷ്ണു പിന്നെയും ചൊന്നിതിങ്ങനെ, വീണ്ടും വീണ്ടും വീണു കൂപ്പി തൽപാർശ്വത്തിൽ ഗമിക്കണം. ഇവൾ താനം മഹാമായ വരമേകുന്ന മുക്കിവൾ, മുമ്പിൽ നിർഭയരായി തൃക്കാൽ കരികെ ചെന്നു വാഴ്ത്തുക. കാവൽക്കാർ പടിവാതിൽക്കൽ നമ്മെ തടയുമെങ്കിലോ അവിടം താൻ നിന്നു ചൊല്ലാം ഭക്തിയാ ദേവീ സ്തവങ്ങളെ. ഇപ്പോൾ വിഷ്ണു ഇത് തന്നെ അമ്മ എന്ന് പറഞ്ഞു. ആര്യകൃഷ്ണനായിട്ട് മഹാലക്ഷ്മിയെ കണ്ട ആ അനുഭവം കൊണ്ട് പറഞ്ഞതാ. നമുക്ക് അവിടെ വരെ പോവാം, പറ്റണ അത്രയും നടക്കാം. അവർ കാവൽക്കാർ തടഞ്ഞു വയ്ക്കുക, അവിടെ നിൽക്കാം. എന്നിട്ട് അമ്മ ഇങ്ങനെ സുരിച്ചുകൊണ്ടിരിക്കാം. അമ്മ എപ്പോഴാണോ അനുവാദം തരണം വെച്ചാൽ അങ്ങോട്ട് കിടക്കാം. അതാണ് വിഷ്ണു പറഞ്ഞത്. ഹരി ഏവമുരച്ചപ്പോൾ മോദവായി പാർന്ന ഹൃത്തുമായി, ദേവി തൻ നികടം ചെല്ലാൻ ഉറച്ചവർ ഞങ്ങളെവരും. ഓം എന്ന് ഹരിയോടോതി വിമാനം വിട്ടിറങ്ങിനാർ. നിന്നാർ ഗോപുരവാതിൽക്കൽ തെല്ലു ശങ്കിച്ചുകൊണ്ടിവർ. ദ്വാരസ്ഥരായി മൂവരെയും കണ്ടോര ദേവി തൽക്ഷണം മന്ദസ്മിതം തൂകി നാരീരൂപന്മാരാക്കി ഞങ്ങളെ. ഞങ്ങളവിടെ ചെന്നിട്ട് ഇങ്ങനെ കുറച്ചു നേരം നിന്നപ്പോഴേ പാറാവുകാർ ഞങ്ങളെ സ്ത്രീകളാക്കി. ഒക്കെ സ്ത്രീകളേ ഉള്ളൂ അവിടെ. നാനാലങ്കാരവും രൂപയൗവനാദിയുമൊത്തിവർ ചെന്നാർത്തൽ സവിധം പിന്നെ പെരുകും വിസ്മയത്തോടും. ചേവടിത്താർ കൂപ്പി നിൽക്കും സ്ത്രീ രൂപം പൂണ്ട ഞങ്ങളെ, പ്രേമം വഴിഞ്ഞിടും കണ്ണാൽ പാർത്താളച്ചാരു രൂപിണി. ആ മഹാദേവിയെ താണുകൂപ്പി തിരുമുമ്പിലായി നിന്നാർ ഭൂഷാഞ്ചിതം സ്ത്രീ രൂപത്തെ നോക്കി പരസ്പരം. കണ്ടാര പാദപീഠത്തെ നാനാരത്നവിഭൂഷിതം കോടി സൂര്യസമം നോക്കി നിന്നാരങ്ങനെ മൂവരും. സഖിമാരായിരത്തോതിൽ ചോപ്പ് വസ്ത്രമണിഞ്ഞവർ, നീലപ്പട്ടു ധരിച്ചോരും മഞ്ഞപ്പെട്ടുടയോരുമായി ചിത്രാംബരങ്ങളും ഭൂഷാജാലവും പൂണ്ട ദേവികൾ. പരിചര്യകൾ ചെയ്തും കൊണ്ടടുത്തായി നിന്നിതൊട്ടുപേർ, വീണയും കുഴലും പാടിയാടിയും കൊണ്ടു ദേവിയെ ഏതാനും നാരിമാർ പര്യുപാസനം ചെയ്യൂ സാദരം. കേൾക്കാ നാരദ ചൊന്നിടാം ഞങ്ങൾ കണ്ടുള്ളൊരത്ഭുതം, ദേവി തൻ തൃക്കഴൽ താരിൽ നഖ കണ്ണാടി തന്നകം. കണ്ടാൽ ബ്രഹ്മാണ്ടമഖിലം ആ ചരാചരമൊക്കെയും, ഞാൻ വിഷ്ണു രുദ്രനും വായു അഗ്നി സൂര്യൻ ശശാങ്കനും വരുണൻ ധനതൻ ത്വഷ്ടാവ് ഇന്ദ്രനും പർവ്വതങ്ങളും കടലും പുഴയും ഗന്ധർവ അപ്സരസുകളും തഥാ
വിശ്വാവസും ചിത്രകേതു ചിത്രാംഗതൻ തഥാ ശ്വേതനം നാരദൻ താനും ഹാഹാ ഹുഹുക്കൾ തുമ്പുരു പിതൃക്കൾ അശ്വമാർ സിദ്ധർ സാധ്യന്മാരും വസുക്കളും ശേഷാദിനാഗത്താന്മാരും കിന്നരോരഗതൈത്തരും വൈകുണ്ഠവും സത്യലോകം വെള്ളി മാമലയും സുധ എല്ലാമെന്ന് അവിടെ കണ്ടാർ നഖമധ്യത്തിലായിവർ. ഇപ്പം നമസ്കരിച്ചു അമ്മ അവിടെ ചെന്നപ്പോളേ. അപ്പം അതിൽ ഈ ബ്രഹ്മാണ്ടത്തിൽ എന്തൊക്കെയാണോ ഉള്ളത് ത്രിമൂർത്തികൾ ഉൾപ്പെടെയുള്ള സകലതും അവിടെ കണ്ടു. ബാക്കിയുള്ളത് വിസ്തരിച്ച് പറയണില്ല എന്നല്ല, എല്ലാം പറഞ്ഞിട്ടുണ്ട് അതിൽ. മുഴുവനെ പറയാന്നുള്ള ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ദേവതകളും ഈ 14 ലോകവും സൂര്യേന്ദ്രാദികളും അന്തരീക്ഷവും നക്ഷത്രാദികളും മറ്റേ ഈ ഭൂമിയും അധോലോകങ്ങളും ഭൂമിയിലുള്ള പർവ്വതം നദി തൊട്ടുള്ള സസ്യജാലങ്ങളും ഇനി രാജാക്കന്മാരോ അതല്ലെങ്കിൽ ഋഷിമാരോ അങ്ങനെ സകലതും പറഞ്ഞു എന്നാ. എല്ലാവരും എവിടെയുണ്ട്? ഈ അമ്മയുടെ ഒരു നഖത്തിലുണ്ട് എന്നിട്ടോ. അങ്ങനെ 20 നഖമുണ്ട്. കാൽക്കലാണ് നമസ്കരിച്ചത്. അപ്പം അങ്ങനെ നമസ്കരിച്ചു. ഞാൻ പണ്ടുണ്ടായോരാ പത്മം അതിന്മേൽ ഞാൻ ചതുർമുഖൻ ശേഷശായി ജഗന്നാഥൻ മധു കൈടപദൈത്യരും തൃപ്പൂങ്കഴൽ നഖത്തിന്മേൽ ഇമ്മട്ട അത്ഭുത ദർശനം കണ്ട് ഞാൻ എന്തിത് എന്ന് ഒട്ടല്ല അമ്പരന്നതു നാരദ. വിഷ്ണുവും വിസ്മയപ്പെട്ടു തിങ്കൾ മൗലിയും അവിധം ഉള്ളാൽ ഞങ്ങൾ ഉറപ്പിച്ചാൽ ലോകത്തിൻ അമ്മ താനിവൾ. അപ്പം എല്ലാവർക്കും മനസ്സിലായി ഇത് അമ്മ തന്നെയാണ്. ഇനി ഒന്നും സംശയിക്കണ്ട, സ്തുതിക്കുക. ഇതേവരെ സ്തുതിക്കല്ലേ ഉണ്ടായിരുന്നത്? അതെ, എന്നാലും ഇത് മറ്റൊരു വേദം ആണ്. സുധാമയം ദ്വീപമതിൽ പലേ കേളികളിങ്ങനെ കണ്ടു തികച്ചും 100 ആണ്ട് അങ്ങനെ കഴിഞ്ഞുപോയി. കാഴ്ചയ്ക്കു നൽ ചന്തമോലും ഭൂഷിതാംഗികൾ ദേവികൾ സഖിമാരെ പോലെ മാത്രം ഇവരെ കരുതിയിടിനാർ. മനോരമം തദ്ഭാവങ്ങൾ കണ്ടു ചിത്തം കുളിർക്കയാൽ വിമോഹിതന്മാരായി ഹൃഷ്ടചിത്തരായി ഞങ്ങൾ മൂവരും ഒരു നാള് ആ മഹാദേവിയായോരാ ജഗദംബയെ സ്തുതിച്ചു ഭഗവാൻ വിഷ്ണു യുവതി ഭാവമാർന്നവൻ. ഇപ്പോൾ മഹാവിഷ്ണു യുവതിയായിട്ടാണ് നിൽക്കുന്നത്. ബ്രഹ്മാവും അതെ, ശിവനും അതെ. അപ്പോൾ അമ്മയുടെ ഈ എല്ലാം അനുഭവപ്പെട്ടു എന്ന് സാരം. ഈശ്വരീ ഭാവം 3 പേർക്കും നന്നായിട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ സ്തുതി നടത്താറും പൂജാദികൾ ചെയ്യാറും മഖം യജ്ഞം ഇതൊക്കെ ചെയ്യാറും മഹാവിഷ്ണുവാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും അത് വിഷ്ണു ഏറ്റെടുത്തു. വിഷ്ണു ആണ് ആദ്യം സ്തുതിച്ചത്. ശ്രീ ഭഗവാൻ വിഷ്ണു ഓം നമസ്തേ ദേവി നീ വിശ്വധാത്രി നീ പ്രകൃതീശ്വരി കല്യാണി കാമദേ നീ താൻ സിദ്ധിയും വൃദ്ധിയും ശിവേ സംസാരയോനെ കൂപ്പുന്നേൻ സച്ചിദാനന്ദരൂപിണി നമസ്തേ ഭുവനേശാനി പഞ്ചകൃത്യവിധായികേ സർവാധാരേ നമിക്കുന്നേൻ കൂടസ്ഥേ കൈതൊഴാം അർത്ഥമാത്രാർത്ഥഭൂതേ ഹ്രീങ്കാരരൂപേ തൊഴാം കണ്ടേൻ സമസ്തമിഹ നിന്നിൽ നിലീനമെന്നും നീതാനതിൻ ജനനനാശ നിദാനമെന്നും കണ്ടേൻ ജഗജ്ജനനി നിൻ മഹിതപ്രഭാവം നീ സർവലോകമതിയെന്നും അറിഞ്ഞിതമ്മേ. സൃഷ്ടിച്ചു നീ സദസദാത്മകമായ വിശ്വം കാട്ടുന്നു രഞ്ജനമണപ്പതിനപ്പുമാനേ തത്വങ്ങളേഴു16 ഇവയാൽ ഒരിന്ദ്രജാലം കണക്കിവർ നയിക്കുകയാണു നിന്നെ. നീ വിട്ടുവെങ്കിലൊരു വസ്തുവുമില്ല ബാക്കി ഏതിലും ഭവതി അത്ര നിറഞ്ഞിരിപ്പൂ. ഹാ ശക്തി വിട്ട പുരുഷൻ വ്യവഹാരദക്ഷനല്ലെന്നു താൻ ജനനി ധീയെഴുവോർ കഥിപ്പൂ. വിശ്വം ചമയ്ക്കുവതു നിൻ ബലം ഈ ജഗത്തിൻ ഉൾത്തോഷമെന്നു മരുളുന്നതു നിൻ പ്രഭാവം. നീ താൻ ഹനിപ്പൂ സകലം പ്രളയം വരുമ്പോൾ ആരെന്തറിഞ്ഞു തവ വൈഭവമൊക്കെയമ്മേ. നീ കാത്തു ദേവി മധുകൈടപരിങ്കൽ നിന്നും കാണിച്ചു വിശ്വം അവിടുന്നു ചമച്ചതെല്ലാം എത്തിച്ചു സൗഖ്യ പരമോച്ചപദത്തിലും നീ ഞങ്ങൾക്കു നിൻ മഹിത ദർശനമേകിയേവം. ഞാനും ശിവദ്രുഹിണരും പരമജ്ഞരെങ്കിൽ അന്യർക്കശക്യമിഹ നിൻ ചരിതം ഗ്രഹിക്കാൻ. വൈധവ്യമാണു തവ സൃഷ്ടിയിലെത്രയുണ്ട് വൈവിധ്യമാണു തവ സൃഷ്ടിയിലെത്രയുണ്ട് ലോകങ്ങളീ വിധമഹോ മഹിത പ്രഭാവേ.
ശ്രീശംഭുവേയും അതുമട്ടജനെയുമെന്നെ തന്നെയും അന്യഭുവനത്തിലുമങ്ങു കണ്ടേൻ. ലോകങ്ങൾ മറ്റുമിനിയുള്ളതിൽ ഞങ്ങളുണ്ടാവില്ലേ പ്രഭാവമതുലം തവ ദുർഗ്രഹം താൻ. പ്രാർത്ഥിപ്പൂ നിൻ കഴൽ പണിഞ്ഞിവനെന്നുമേവം രൂപം ത്വദീയമകതാരിൽ വിളങ്ങിടട്ടെ. നിന്നാമമെന്നുമുരിയാടുവതായി വരട്ടെ, കാണായി വരട്ടെ സതതം തവ ചേവടിത്താർ. എന്നും അമ്മയുടെ തൃക്കാൽക്കൽ നമസ്കരിക്കാൻ സാധിക്കണം. അതിന് അമ്മയുടെ കാല് കണ്ടാലല്ലേ പറ്റുള്ളൂ. അതെന്നും സ്മരിക്കാൻ സാധിക്കണം. നീ എന്നെ നിന്നടിമയായി കരുതേണമെന്നും നന്നാമിവൻ ഭവതിയെന്നുടയോളുമെന്നായി ഈ ബുദ്ധി അങ്ങനെ വിടർന്നു വളർന്നിടട്ടെ. മാതാവും ആ മകനും എന്ന കണക്കു ദേവി. അമ്മയും മകനും എന്ന രീതിയിൽ പുരുഷന്മാരും അമ്മയും മകളും എന്ന നിലയ്ക്ക് സ്ത്രീകളും. അവിടെ സ്ത്രീയായിട്ടാണ് വിഷ്ണു സ്തുതിക്കുന്നത് കേട്ടോ. ബ്രഹ്മാണ്ടമൊക്കെ അവിടേക്കറിയാം നിതാന്തം. നീ വിജ്ഞതാദ്രി നിരതൻ പരമോച്ച കോടി. ഈ പാമരൻ ഭവതിയോടറിയിച്ചിടേണ്ടതായി ഒന്നുമില്ല ഹിതമേത് അതു ചെയ്ക തായേ. വിശ്വം ചമയ്ക്കുവതജൻ ഹരിരക്ഷ ചെയ്യുവാൻ സംഹാരകാരി ഹരനെന്നുമുരപ്പുലോകം. നിന്നിച്ഛയാൽ ഭവതി നൽകിയ ശക്തി ഒന്നു താനല്ലി ഞങ്ങളുടെ ശക്തി ഇതല്ലി സത്യം. ഭൂദേവിയല്ലിഹ ഭരിപ്പതു വിശ്വഭാണ്ഡം. ആധാരശക്തി സകലത്തിനുമങ്ങൊരുത്തി. നിന്നാഭതാൻ ഇനനിൽ ഏതിലുമങ്ങു തന്നെ നിർലേപയായി വിലസിടുന്നു ഹിമാദ്രി കന്യേ. ഞാനീശനും വിധിയുമിങ്ങു ജനിച്ചു നിൻ മാഹാത്മ്യത്തിനാൽ. ഇവർ അനിത്യർ അതോർത്തു കണ്ടാൽ ഇന്ദ്രാദിയാം സുരഗണത്തിനു പിന്നെയുണ്ടോ നിത്യത്വമങ്ങൊരുവൾ ശാശ്വത മൂലകന്ധം. ഹേ ദേവി നിൻ കരുണയാൽ അറിവോ പുമാനും ആത്മസ്വരൂപമിതി കാൺമു സമക്ഷമീ ഞാൻ. അല്ലെങ്കിൽ ഞാൻ വിഭു അനാദ്യൻ അനീഹനീശൻ എന്നൊക്കെ അജ്ഞതയിലാണ്ടിടുമപ്പുമാനും. വിദ്വാന്റെ വിദ്യ ബലവാന്റെ ബലം യശസ്വി തൻ കീർത്തി. എന്തിന് മനുഷ്യനു മുക്തിയായും ശ്രീയായുമാ വിരതിയായും അനർഘതുഷ്ടിയായും സദാ വിലസിടുന്നതു നീയൊരുത്തി. ഗായത്രി നീ സഗുണ നിർഗുണ അർത്ഥമാത്ര. നീ സ്വാഹ നീ സ്വധ ശിവേ പ്രണവസ്വരൂപ. ഉണ്ടാക്കി നീ അമരപൂർവജമോക്ഷമൂർത്തിങ്ങാം നായരൂപ നിഗമത്തെയുമെന്നു സത്യം. മോക്ഷാർത്ഥമാണു വിരചിച്ചതു താൻ പ്രപഞ്ചം. അജീവനായവയിൽ നിൽപ്പതു സർവമോർത്താൽ. ആദ്യന്തമറ്റ ഘനചിന്മയ വസ്തുവിൻ നാനാംശങ്ങളല്ലേ കടലിൽ തിരയെന്ന വണ്ണം. ആ ജീവൻ എപ്പോഴറിയുന്നതു നിന്റെ കർത്തൃത്വത്തെ തഥാ ഭവതി സർവമൊതുക്കിടുന്നു. സത്യം മറച്ചു നടനെന്ന വിധം നടിച്ചു കാര്യം കഴിഞ്ഞളവു നീ വിരമിക്കയല്ലേ. ഈ മോഹപൂർണ വിഷയാബ്ധിയിൽ നിന്നും എന്നെ കാത്തിടുവാൻ ഭവതിയെ ശരണം ഗമിപ്പൂ. രാഗാദിദൂഷിതമസത്യമനന്ത ദുഃഖമാമന്ത്യകാലം അവിടുന്നവലംബമമ്മേ. തൊഴാം ദേവി മഹാവിദ്യേ നിൻകഴൽ താർപ്പണിഞ്ഞിടാം. ജ്ഞാനത്തിൻ തൂവെളിച്ചമ്മേ നൽക സർവാർത്ഥദേ ശിവേ. നമോ ദേവി മഹാവിദ്യേ നമാമി ചരണൗ തവ. സദാ ജ്ഞാനപ്രകാശം മേ ദേഹി സർവാർത്ഥദേ ശിവേ. ഈ മോഹപൂർണ വിഷയാബ്ധിയിൽ നിന്നും എന്നെ കാത്തിടുവാൻ ഭവതിയെ ശരണം ഗമിപ്പൂ. രാഗാദിദോഷിതമസത്യം അനന്തദുഃഖമാമന്ത്യകാലം അവിടുന്നവലംബമമ്മേ. തൊഴാം ദേവി മഹാവിദ്യേ നിൻകഴൽ താർപ്പണിഞ്ഞിടാം. ജ്ഞാനത്തിൻ തൂവെളിച്ചമ്മേ നൽക സർവാർത്ഥദേ ശിവേ.
വിഷ്ണുസ്തുതി എന്ന 4-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. 5-ാം അധ്യായം. ബ്രഹ്മാവ് ഏവം സ്തുതിച്ചു ഭഗവാൻ ശ്രീ വിഷ്ണു വിരമിക്കവേ ശ്രീശങ്കരൻ താണുകൂപ്പി മുന്നിൽ വാഴ്ത്തി തുടങ്ങിനാൻ. ശിവൻ ഹരിശിവേ തവ വൈഭവജാതനായി വരികിൽ നീ അജനം ജനിയേകിയോൾ സഗുണനാമിവനോ തവ സൃഷ്ടി താൻ സകല സൃഷ്ടിയിലും ബഹുദക്ഷനീ ഭവതി ഭൂസലിലം പവനൻ വിയത്തനലനം ഗുണവും കരണങ്ങളും ജനനി ബുദ്ധി മനസ്സതുപോലഹങ്കൃതിയുമങ്ങു സമസ്തവുമങ്ങു താൻ ഭുവനമാവിധി വിഷ്ണുഹരാദിയാൽ ഗ്രഥിതമെന്നുര ചെയ്വവരാജ്ഞർതാൻ ഭവതി താഞ്ജനിയെ ഗുഗമൂലമായിവർ ചമയ്ക്കുകയല്ലി ജഗത്തിനെ പൃഥിവി വാരി തുടങ്ങിയൊരഞ്ചുമിന്ദ്രിയ ഗുണങ്ങളുമല്ലയോ ഭുവന സൃഷ്ടിയിൽ വേണ്ടതൊക്കെ എങ്ങനെ ഭവിപ്പതു നിൻ കലയെന്നിയേ വിധിഹരീശ്വര രൂപിണിയായി രചിച്ചൊരു ചരാചരമൊക്കെയുമങ്ങു താൻ വിവിധ ലീലകളാടി രമിക്കയാം കളി നിറുത്തുകയാം രുചി പോലെ നീ സ്ഥിരചരം ഭുവനത്തെ രചിക്കുവാൻ വിധിഹരീശർ കൊതിപ്പളവൊക്കെയും തവ പദാംബുജരേണു പരിഗ്രഹിച്ചതു നടത്തുകയല്ലി സദാശിവേ തവ ദയാർദ്രമനസ്കതയൊന്നിനാൽ വിഹിതനായി തമോ ഗുണമൊത്തു ഞാൻ വിധിരജോ ഗുണമൊത്തുമതേവിധം വിഹിതനായി ഹരിസത്വഗുണത്തോടും അസമമല്ലിഹ നിന്മതിയെങ്കിലെങ്ങനെ പലേ വിധമായുലകം ശിവേ അരജനം സജീവൻ പരിചാരകൻ ധനികൻ നിർധനരും പലതായുമേ സൃജനപാലന സംഹനനങ്ങളിൽ തവ ഗുണങ്ങൾ സദാക്ഷമമെങ്കിലും വിധി തുടങ്ങിയ മൂവരെയും ക്രമാൽ ഭുവന കാരണരാക്കി രചിച്ചു നീ വിധിഹരീശ്വര ഞങ്ങൾ വിമാനവും കയറിയിങ്ങു വരുന്നൊരു വേളയിൽ പലതുമങ്ങനെ കണ്ടു നവം നവം ഭുവനമാരവഹന്ത രചിച്ചതും സ്വകലയാൽ സകലം വിരചിച്ചു കാത്തഥ ഹനിപ്പു മഹേഷിതവേച്ഛയാൽ സ്വപതിയാം പുരുഷന്റെ വിനോദമോർത്തറിവതെന്തിവർ നിൻ കളിയീദൃശം യുവതി ഭാവമിയെന്നവരെങ്കിലും തവ പദാബ്ജ നിഷേവ ഇവർക്കു നീ തരണമേ പുരുഷത്വമിയെന്നുമെന്തൊരു സുഖം തവ പൂങ്കഴലെന്നിയേ തവ പദത്തളിർ കൈവിടിലില്ലതാൻ രുചിയെനിക്കുലകങ്ങളിലൊന്നിലും ത്രിഭുവനേശപദം പുരുഷത്വവും മമ ലഭിക്കലുമില്ലൊരു തൃപ്തിയും യുവതി തൻ സ്ഥിതിയാർന്നുമെനിക്കു തെല്ലരതിയില്ല തവാന്തിക സീമയിൽ സുതതി നിൻ പദവീക്ഷയിഴാത്തൊരാ പുരുഷഭാവവുമെന്തു സുഖത്തിനോ യുവതി ഭാവമൊടൊത്തു ഭജിക്കയാം തവ പദം ഭവനാശനമെന്നു താൻ ത്രിഭുവനത്തിലുമച്ഛതരം യശച്ഛട സദാ മമ നീണ്ടുവരേണമേ ഭവതി തൻ പരിചര്യ വെടിഞ്ഞരാദികളെഴാത്തൊരു രാജ്യവുമെന്തിനായി തവ പദാബ്ജമടുത്തമരായികിലോ നിമിഷവും യുഗസന്നിഭമായി വരും തവ പദാംബുജ സേവയെ വിട്ടുവൻ തപവുമായി കഴിയും മുനിമാർ ശിവേ വിധി ചതിച്ചവർ താൻ വിഭവത്തിലും പരിഭവിക്കുകയാണവരംബികേ തപവുമെന്തു സമാധിയുമെന്തിനായി ദമവുമെന്തിനു യജ്ഞശതങ്ങളും തവ പദാബ്ജ പരാഗ നിഷേവതാൻ ഭവസമുദ്ര വിമുക്തിയണച്ചിടും ഇവനിലൊട്ടു കനിഞ്ഞിടുമെങ്കിൽ നീ തരിക മന്ത്രമനാവിലമത്ഭുതം അതു ജപിച്ചു സുഖിച്ചിതു പണ്ടു ഞാൻ സുവിശദോത്തമമായ നവാക്ഷരി ജനനി മുൻജനിയിങ്കൽ അധീതമാം മഹിതമന്ത്രമതിന്നു മറന്നു ഞാൻ തരിക മന്ത്രമുടൻ ഭവസാഗരക്കരയിൽ എന്നെ നയിക്കുക സാദരേ തരിക മന്ത്രമുടൻ ഭവസാഗരക്കരയിൽ എന്നെ നയിക്കുക താരകേ ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായേ വിച്ചേ
ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ നമ. ഓം. ഇങ്ങനെ മഹാദേവൻ നന്നായിട്ട് തന്നെ സ്തുതിച്ചു. അങ്ങയുടെ ഭർത്താവ് എന്ന് എന്നെ പുരുഷനായിട്ട് അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ എനിക്ക് എന്നും ഇരിക്കണം എന്നാണ് മോഹം എന്ന് പറയാണ്. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, സംഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് ശിവന്റെ രൂപത്തിൽ ഭൂമിയിൽ. ഇപ്പം ഞാൻ സ്ത്രീ ആയാണ്, എന്നാലും അവിടെ ചെന്നിട്ട് അങ്ങനെ വേണം, കൈലാസത്തിൽ ഇരിക്കണം എന്നാണല്ലോ പറഞ്ഞത്. അത് ഞാൻ ചെയ്തോളാം, അമ്മ ഒപ്പം വേണം കേട്ടോ, പാർവതിയായിട്ട് എൻ്റെ ഒപ്പം അമ്മ വേണം കേട്ടോ പറയാണ്. എനിക്ക് ശക്തി തരണം, ഈ മന്ത്രം തന്നാലേ ശക്തി ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ആ മന്ത്രവും തരണം. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ നമ എന്ന മൂലമന്ത്രമാണത്. അപ്പോൾ ബ്രഹ്മാവ് വീണ്ടും കഥ പറയാണ്. ഇനി ഞാനും ഇതുപോലെ സ്തുതിച്ചു കേട്ടോ എന്ന് പറയാൻ പോവാ. ബ്രഹ്മാവ് ഏവം അത്ഭുത തേജസ്സാം ശിവൻ വാഴ്ത്തി സ്തുതിക്കവേ ചൊന്നാള ദേവി സുസ്പഷ്ടം നവാർണം മന്ത്രമംബിക. മന്ത്രം ഗ്രഹിച്ചു പരമാഹ്ലാദം പൂണ്ടു മഹാശിവൻ മോക്ഷതം കാമതം മന്ത്രമത ബീജാക്ഷരാന്വിതം ശുഭോച്ചാരത്തോടും നന്നായി ജപിച്ചും കൊണ്ടു സാദരം ദേവിതൻ തൃക്കഴൽ താരും കൂപ്പി നിന്നിതു തത്ര താൻ. ആ മട്ടരുളും ആ തിങ്കൾ മൗലിയെ തത്ര കണ്ടുടൻ വാഴ്ത്തിനാൻ ദേവിയെ കാൽത്താരടുത്തായി നിന്നുകൊണ്ടു ഞാൻ. ഇപ്പോൾ മഹാദേവനെ കണ്ടു, വിഷ്ണു ഉണ്ടവിടെ, അതേപോലെ മഹാദേവിയെയും ആ ബ്രഹ്മാവും സ്തുതിക്കാൻ നിൽക്കുകയാണ്. ബ്രഹ്മാവ് ഓം പറഞ്ഞില്ലെന്നാലും മറകൾ നിഖിലാധാര സകലം നിറഞ്ഞോളാം നിന്നെ ജനനി അറിയുന്നെന്നു പറയാം. ശിവേ സ്വാഹാനാമത്തോടു സകല ഹോമാദികളിലും ത്രിലോകത്തും സർവോത്തര ഭവതി സങ്കീർത്തിത സദാ. ഞാൻ കർത്താവ് അഖിലം ചമച്ചു വിധി പോൽ ബ്രഹ്മാണ്ടമത്യത്ഭുതം. മറ്റാർ മൂലകത്തിലും നിപുണനായ എന്മേതയായുള്ളൊരാൾ ധന്യൻ ഞാൻ നിഖിലോപരിസ്ഥൻ ഇതിലില്ല ആശങ്കയെന്നുള്ളൊരാ. ഗർവാവേശമൊടും ഭവാബ്ധിയിലഹോ മുങ്ങുന്നു ഞാൻ സന്തതം. എൻ്റെ ഒരു തെറ്റേ, ഞാനാ സൃഷ്ടികർത്താവ് എന്നൊക്കെ വിചാരിച്ചും കൊണ്ട് എനിക്കത് തോന്നില്ല, ഉറപ്പായി. അമ്മ ക്ഷമിക്കണേ. ഇന്നോ നിൻ പദതാരണി പൊടി ലഭിച്ചെന്നുള്ള ഗർവത്തോടും ധന്യൻ ഞാനിതി നേരുരപ്പതിനുമായി മേ നിൻ പ്രസാദത്തിനാൽ. പ്രാർത്ഥിപ്പൂ ഭവഭീതിനാശചതുരേ മുക്തിപ്രദേ ഭക്തിയിങ്ങേകാൻ മോഹകൃതാർത്തി ശൃംഖലയറുക്കാനും ജഗന്നായികേ. ശിവേ നീ രചിച്ചുള്ളവൻ താമരപ്പൂവതിൽ ജന്മമാണിർവിധം മുക്തനാം ഞാൻ. തവാജ്ഞാകരൻ ബുദ്ധി കേടാൽ ഭവാബ്ധിക്കകം താണൊരിദാസനെ കാത്തുകൊള്ളുക. മഹത്തായ നിന്നാദി സത്യം ഗ്രഹിക്കായികയാലിങ്ങു കൽപ്പിപ്പുമർത്യൻ പ്രഭുത്വം. ത്വദീയം പ്രഭാവം ഗ്രഹിക്കായികയാൽ താൻ നടത്തുന്നു യാഗങ്ങളും വിണ്ണുപോകാൻ. എനിക്കേകിനി സൃഷ്ടി ചെയ്യാൻ വിധിത്വം തഥാ നാലുമട്ടാതിസർഗം നടത്തി. മതിക്കുന്നു ഞാൻ അന്യനില്ലിത്ര സർവജ്ഞനായെന്നുമായേ പൊറുക്കെൻ്റെ കുറ്റം. പണിപ്പെട്ടുമഷ്ടാംഗയോഗം ചരിച്ചും സമാധിസ്ഥരായും കഴിക്കുന്ന മൂഢർ ധരിപ്പീല നിന്നാമമോരാതെ വല്ലപ്പോഴും പാടിയാലും വരും മുക്തിയെന്നായി. പരം തത്വസംഖ്യാവിചാരത്തിൽ നിൻ പേർ മറന്ന പദത്തിൽ ഭ്രമിക്കുന്നു മർത്യർ. പെരും മൂഢരല്ലീ ജഗത്തിങ്കലക്കൂട്ടരും ദേവി നീ തന്നെ മുക്തിപ്രദാത്രി. ത്വദീയം പവിത്രം ചരിത്രം സ്മരിക്കാതെയും ദേവി നിന്നാമജാലം മഹേശി. ജപിക്കാതെയും കാണി നേരം കഴിക്കാ പരം തത്വമെന്തെന്നറിഞ്ഞുള്ളൊരാദ്യർ. കടക്കണ്ണിനാൽ മാത്രമീ നാലുമട്ടായൊരീ ലോക സൃഷ്ടിക്കു നീ ദക്ഷയല്ലി. വിനോദാർത്ഥമായാതിസർഗം നടത്താൻ നിയോഗിച്ചതാണെന്നെ നിന്നിച്ഛയാൽ നീ. സമുദ്രത്തിലദ്ദൈത്യരോടേൽക്കവേ നീ തുണച്ചുള്ളൊരാ വിഷ്ണുവോ രക്ഷ ചെയ്വോൻ. ഹരൻ തന്നെയും കൽപ്പകാലത്തു നീ സംഹരിച്ചല്ലിയൻ നെറ്റിയിൽ പിന്നെയുണ്ടായി. അറിഞ്ഞില്ല കണ്ടില്ല കേട്ടില്ലൊരാളും ത്വദീയം സമുൽപ്പത്തിയെ പറ്റിയൊന്നും. അനാദ്യന്തയായേകയാം ശക്തി നീ എന്നുരയ്ക്കുന്നു വേദങ്ങളെല്ലാം ഭവാനി. മിടുക്കൻ ചമയ്ക്കാനിവൻ നിന്നൊടൊത്താൽ അതിൻ മട്ടുപാലിക്കുവാൻ വിഷ്ണുതാനും.
മിടുക്കൻ ഹരൻ സംഹരിക്കാനുമാർക്കും മിടുക്കത്തമില്ലങ്ങു കൈവിട്ടുവെന്നാൽ ഹരൻ വിഷ്ണു ഞാനവ്വിധം മറ്റു പേരും ജനിച്ചില്ല ചാവില്ല ജീവിപ്പതില്ല ഭ്രമിക്കാത്തതാരജ്ഞരായോർക്കു തർക്കാസ്പദം നിൻ വിചിത്രം വിനോദത്തിലമ്മേ അകർത്താവു ബാധിക്കതീതൻ നിരീഹൻ പുമാൻ നിഷ്കളൻ നിർഗുണൻ ദേവനാദ്യൻ മുതാ നിൻ വിതീർണം വിനോദം സമീക്ഷിക്കയാണെന്നു ചൊല്ലുന്നു ശാസ്ത്രജ്ഞരായോർ. ഈ ദൃശ്യലോകത്തിൽ നിൻ മുമ്പല്ലോ പരംപുമാൻ ശ്രുതിയും യുക്തിയും മറ്റുമോർത്താൽ മൂന്നാമതിലൊരാൾ വേദവാക്യം മിഥ്യയായി കൽപ്പിക്കാനരുതെങ്കിലും വൈരുദ്ധ്യമായി തോന്നിടുന്നു വേദവാക്യം മനസ്സിൽ മേ. അദ്വിതീയം ബ്രഹ്മം ഏകം എന്നല്ലീ വേദഭാഷിതം അതു നീയോ ശങ്ക തീർത്തു തന്നാലും അവനോ ശിവേ. ഈ ശങ്ക തീർന്നു കിട്ടാതെ എൻ ചിത്തമാടിക്കളിക്കയാം ഒന്നോ രണ്ടോ ശങ്ക ഇതിലൽപജ്ഞൻ ഞാൻ ഭ്രമിക്കയാം. പ്രകൃതിയും പുരുഷനും എന്ന് രണ്ടുണ്ടോ? ശിവനും പാർവതിയും എന്ന് രണ്ടുണ്ടോ? അച്ഛനും അമ്മയും എന്ന് രണ്ടുണ്ടോ? ഇങ്ങനെ ദ്വിത്വം ധാരാളമുണ്ട്. അത് അങ്ങനെ ഉണ്ടോ അമ്മേ, അതോ ഒന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് ബ്രഹ്മാവ്. നിൻമുഖത്താരിൽ നിന്നെന്റെ ശങ്ക തീർന്നൊന്നു കിട്ടണം, പുണ്യത്താൽ ഇന്നു സാധിച്ചോ നിന്നടിത്താരിലെത്തുവാൻ. പുമാനോ നീ നാരിയോ നീ വിസ്തരിച്ചുര ചെയ്യണം, പരാശക്തി ജ്ഞാനമാർന്നു ഭവക്കടക്കുവാൻ. ശിവബ്രഹ്മസ്തുതി എന്ന 5-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ഇനി അമ്മ കൊടുക്കുന്നതായിട്ടുള്ള ഉപദേശാധികാരങ്ങളാണ് 2 അധ്യായങ്ങളെ കൊണ്ട്. നമുക്ക് 4 അധ്യായം ഉണ്ട് ടോട്ടല്. നമുക്ക് നാളെ കേൾക്കാം. ശ്രീ മഹാദേവ്യൈ നമ.